വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ആം ആദ്മി പാർട്ടി പ്രതിഷേധ ധർണ നടത്തി. കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം കൊപ്രാപുര KSEB ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ ജില്ലാ പ്രസിഡന്റ് രമേശൻ പാണ്ടിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അന്യായമായ വൈദ്യുതി ചാർജ് വർധന സർക്കാർ അടിയന്തരമായി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊപ്രാപുരയിലെ KSEB ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. ജില്ലാ പ്രസിഡന്റ് രമേശൻ പാണ്ടിശ്ശേരി ധർണ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പണ്ടൊരു തമാശ പറയുമായിരുന്നു, തോക്കിന് അപേക്ഷ ലൈസൻസ് കിട്ടണമെങ്കിൽ പീരങ്കിക്ക് അപേക്ഷിക്കണമെന്ന് പറയുമായിരുന്നു. എന്ന് പറഞ്ഞതുപോലെയാണ് KSEB 60 പൈസ വർധന ആവശ്യപ്പെട്ടുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷന് കൊടുക്കും. റെഗുലേറ്ററി കമ്മീഷൻ 20 പൈസ വർദ്ധിപ്പിക്കും. അത് ഇവർ തമ്മിലുള്ള ഒരു ധാരണയാണ്. കാരണം ഈ റെഗുലേറ്ററി കമ്മീഷനിൽ ഇരിക്കുന്ന കമ്മീഷന്റെ അംഗങ്ങൾ ഇവരെല്ലാം തന്നെ മുൻകാലങ്ങളിൽ CITയുടെയും അതുപോലെ തന്നെ ഈ ഭരണകൂടത്തിന്റെയും പ്രധാന ആളുകളായിട്ട് ഇരുന്നിട്ടുള്ളവരാണ്. അവരെ സംബന്ധിച്ചോളം ഈ ഭരണകൂടത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതിൽ കവിഞ്ഞ് ജനങ്ങളെ പരിഗണിക്കേണ്ട ഒരു ആവശ്യവും അവർക്കില്ല. അതാണ് ഇതിനെ ഏത് രീതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയുമോ ആ എല്ലാ അർത്ഥത്തിലും ഇതിന്റെ വിലവർദ്ധനവിനെതിരെ പ്രതികരിക്കാൻ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വം, കേരളത്തിലെ നേതൃത്വം സജ്ജമാണ് എന്നുകൂടി ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സമരപരിപാടി കേവലം ഒരു ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു സമരപരിപാടി അല്ല. ഞങ്ങളിത് ഇവിടെ ഒരു സൗജന്യ വൈദ്യുതി ജനങ്ങൾക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന വലിയൊരു പ്രചാരണത്തിന്റെ ഭാഗമാണ്. സൗജന്യ വൈദ്യുതി കൊടുക്കാൻ കഴിയും എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങളിൽ സൗജന്യ വൈദ്യുതി ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ എല്ലാ ഗവൺമെന്റുകൾക്കും കഴിയുമെന്ന് കാണിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രമോദ് കുമാർ അച്യുതൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഷിനു ജോർജ് കരൂർ, വനിതാ വിംഗ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷീബ, വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഗിരിജാപിള്ള, ചെങ്ങന്നൂർ മണ്ഡലം പ്രസിഡന്റ് നൈനാൻ ടി മാമൻ, ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജോസ് വി ജോൺ എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.